ാലും ഒരേ രീതിയിലുള്ള പ്രവർത്തന ശൈലിയും ഒരേ രീതിയിലുള്ള ബാങ്കിങ് സംവിധാനത്തോടു കൂടിയ എന്ന് വെച്ചാൽ നമ്മളൊരു ബാങ്ക് അല്ല. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിങ് സർവീസ് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അത് ലിമിറ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. പബ്ലിക്കിന് യാതൊരു ആക്സസും ഇല്ല. ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിരിക്കും ഇതിനകത്തുള്ള ട്രാൻസാക്ഷൻസ് എന്നാണ് യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റിയുടെ കെട്ടുപാട്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയും അങ്ങനെ ഡിമോണിറ്റേഷൻ ടൈമിൽ നമ്മൾ ഒന്നുകൂടി വിശ്വാസത വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ വിശ്വാസത കൂടിയത് കൊറോണ ടൈമാണ്. ഒന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ കൊറോണ ടൈമിൽ ഒത്തിരിയേറെ ബിസിനസ് കുറഞ്ഞിരുന്ന സമയത്ത്, എല്ലാവരും സ്റ്റക്കായിരിക്കുന്ന സമയത്ത്, ക്വാറന്റൈൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു. ആ ഒരു ലോക്ക്ഡൗൺ, ആ ഒരു പീരീഡിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ച് കൂടുതൽ ബിസിനസ് കൊണ്ടുവന്നൊരു ടൈമാണ്. അവിടെയാണ് ഇതിൻ്റെ ബ്യൂട്ടി. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇതിൽ ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം, ഈ വിശ്വാസ്യത ഇതുവരെയും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഇതുവരെയും ചോർന്നു പോയിട്ടില്ല. പക്ഷേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് ഒത്തിരിയേറെ കോമ്പറ്റീറ്റേഴ്സ് വരികയും ആ കോമ്പറ്റീറ്റേഴ്സ് അത് പല രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഇതിനെ തകർക്കുവാൻ ആർക്കും സാധിച്ചിട്ടില്ല. സാധിക്കാത്തതിൻ്റെ കാരണം ഇതിനൊരു വിശ്വസ്തതയുണ്ട്, ഇതിനൊരു നേരായ പാതയുണ്ട്. ഒരു സത്യസന്ധതയുടെ പാതയിലൂടെ മാത്രമേ ഇത് സഞ്ചരിച്ചിട്ടുള്ളൂ. ആ സത്യസന്ധത വിട്ട് ഒരു പ്രവർത്തനവും ഈ സൊസൈറ്റി ഇന്നേ വരെ നടത്തിയിട്ടില്ല. സത്യം. ഓക്കെ സാർ, ഇപ്പോൾ സ്വദേശം തൊടുപുഴയാണല്ലോ. അപ്പോൾ ICCLന്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക? ICCSLക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ വന്നത് ഒരു ഏരിയ ഡെവലപ്മെൻറ്റ് മാനേജറായിട്ടാണ് 2014 വന്നത്. അതിനുശേഷം ഞാനും അടങ്ങുന്ന ഒരു കൂട്ടം ആളുകളും അവർ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന് ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഏതൊരു സംഭവം തുടങ്ങുമ്പോൾ വളരെ ചുരുക്കം ആളുകളായിരിക്കും ഇതിനകത്തുണ്ടാവുക. ഒരു 5-10 പേരടങ്ങുന്ന ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ. ആ സമൂഹത്തോട് ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് ഒത്തിരിയേറെ ആളുകളെ കണ്ട് സംസാരിച്ച് ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും അങ്ങനെ നല്ല ഒരു ടീം ഡെവലപ്പ് ചെയ്തെടുത്തു. ആ ഒരു സഹകാരികളുടെ കൂട്ടായ്മയാണ് ഈ സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ ഇതിനകത്ത് വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ആദ്യമേ ഞാൻ പറഞ്ഞോണ്ട് കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്. നമ്മളെ തകർക്കുക. ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരാളെ നെഞ്ചത്ത് ചവിട്ടി അവനെ താഴ്ത്തി കെട്ടിയിട്ട് വേണം മറ്റൊരാൾക്ക് ഉയരാൻ. ഞാൻ ഇന്നവരെ ആരെയും ചവിട്ടി താഴ്ത്തി കെട്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ ലൈഫിൽ ഇതേവരെ ആരെയും ചവിട്ടി താഴ്ത്തി കെട്ടിയിട്ടില്ല. ഈ സൊസൈറ്റി ഇന്നവരെ ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തകർത്തിട്ടല്ല മുന്നോട്ടുള്ള യാത്ര പോയത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ട് തന്നെ